യാ മോനെ എന്താ കഥ ഓ ഒന്നും വയ്യ ഒന്നും വയ്യ ഒന്നും വയ്യാന്ന് പറഞ്ഞാൽ ഒന്നും വയ്യ. ലാലേട്ടന്റെ പടല്ലേ മോനെ റിലീസായിക്കള്. സിനിമയുടെ ഓരോരോ കണ്ട ആൾക്കാരെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴല്ലോ മനസ്സിൽ ഇങ്ങനെ പുളക കൊള്ളാണ്. എന്താ പറയാ, ആഹ്ലാദിപ്പിൻ അർമാദിപ്പിന്നൊക്കെ പറയണ പോലെ ഭയങ്കര സബായി കുട്ടിയാണ് സിനിമ കണ്ടവരെ ഓരോരോ അഭിപ്രായങ്ങൾ. ലാലേട്ടന്റെ ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു പെർഫോമൻസ് എന്നൊക്കെ പറയില്ല. ആജാതി പെർഫോമൻസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയല്ല, പൃഥ്വിരാജിന്റെ കാര്യം പറയാനില്ല. ടോബിന്റെ ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. എൻജാതി ഐറ്റംസ് ആണ് പൃഥ്വിരാജ് തയ്യാറാക്കിയെന്നുള്ളത്. ഒരു മനുഷ്യൻക്ക് പിടി തരാത്ത ലെവലിൽ കൂടെയാണ് കാര്യങ്ങൾ നീക്കിയത്. എന്തായാലും പൃഥ്വിരാജിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അജാതി സംവിധായകന്റെ ഒരു പ്രത്യേകതര കഴിവ്. സംവിധായകന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കഴിവല്ല കേട്ടോ, ഇത് ഭയങ്കര കഴിവാണ്. കാരണം ലാലേട്ടനെ ഇങ്ങനത്തെ ഒരു ലെവലിക്ക് ലാലേട്ടനെ പവറിനെടുത്ത് ആവാഹിച്ചെടുത്ത് എന്നൊക്കെ പറയുമ്പോഴേ എന്തൊക്കെ പൃഥ്വിരാജിന്റെ കഴിവ് ഭയങ്കര തന്നെയുണ്ട്, അപാര കഴിവ്. എന്താ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മലയാള സിനിമനെ വേറെ ലെവലിലേക്ക് ആക്കി മാറ്റി പൃഥ്വിരാജ്. എന്തപ്പോ കാണുന്നതാ പറയണത്. ആൾക്കാരെ അഭിപ്രായങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമാദിക്കാണ്. ഫാൻസുകാരെ കാര്യം പറ്റി പറയല്ല. ഫാൻസുകാർ തുള്ളിച്ചാണ് ഒരു കണക്കില്ല. കാരണം തുള്ളിച്ചാടാതിരിക്കാൻ ഒരു എങ്ങനെ തുള്ളിച്ചാടാതിരിക്കും. ആദ്യ പെർഫോമൻസ് ആണ് ലാലേട്ടന്റെ ടീമിന്റെ ഒക്കെ പെർഫോമൻസ്. അയ്യോ മലയാളത്തിന്റെ വൻ താരനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരനിര തന്നെ ഉണ്ട്. ജാതി പെർഫോമൻസ് ആണ്. അപ്പോ എമ്പൂരാൻ വന്നടാ തമ്പൂരാൻ വന്നടാ കൈകൂപ്പി നിൽക്കടാ തമ്പൂരാനെ, കാലത്തിനൊത്തൊരു മാറ്റം കുറിച്ചിതാ ലാലേട്ടൻ വന്നടാ എമ്പൂരാനായി. എന്താ കഥ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സന്തോഷം. കാരണം എമ്പുരാനും വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഇന്ന് നാളെ എന്നിട്ട് ഇങ്ങനെ കാത്തിരുന്നില്ല. ലാസ്റ്റ് മാർച്ചിൽ സാധനം എന്താ 27-ാം തീയതി റിലീസാന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോണ്ടല്ലോ പൊന്നു മോനെ. പിന്നെ ജനങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാര്യം പറയേണ്ട ആവശ്യമില്ല. ചരിത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ്ട, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണല്ലേ. അപ്പോ സംഭവം പൊള്ളിച്ചടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനായിട്ട് തകർത്ത് തിമിർത്ത് തരിപ്പണാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. പൃഥ്വിരാജിന്റെ മേക്കിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊരു എന്താ പറയാ, ഒരു 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 വല്ലാത്തൊരു ലെവലിലേക്ക് ആ പഹയന്റെ ഓരോരോ കഴിവുകൾ കാണുമ്പോഴേ, ഓരോ സീനും ഷോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ലെവലുകൾ ഭയങ്കരമല്ലോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മാസല്ലേ, ഇതാണ് മരണമാസം എന്നൊക്കെ പറയില്ലേ. കൊലമാസ് എന്നൊക്കെ പറയണ, മെഗാമാസ് എന്നൊക്കെ പറയണ പോലത്തെ മാസ്. ഇത് ചില്ലറ മാസല്ല മോനെ. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധൈര്യമായിട്ട് നിങ്ങൾ പോയിട്ട് ടിക്കറ്റ് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അജാതി സാധനമാണ്. ടിക്കറ്റ് ഇനി അവൈലബിൾ ആയ സമയത്ത് ധൈര്യമായിട്ട് എടുത്തോളൂ, നിങ്ങളെ കാശ് പോവില്ല. അജാതി സാധാരണ തീപ്പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരിയല്ല, ഇത് തീക്കാറ്റ് എന്നൊക്കെ പറയില്ല. അജാതി സാധനം. അയ്യോ ഒന്നും പറയാനില്ല. അപ്പോ എല്ലാരും സിനിമ കണ്ട് എന്ത് ചെയ്യുക, ആഘോഷിക്കുകയും അർമാദിക്കുകയും ആഹ്ലാദിക്കുകയും. അപ്പൊ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.